എൻ്റെ പേര് ബീബി. ഞാൻ ലക്ഷദ്വീപ് കവരത്തിയിലാണ് ഉള്ളത്. എൻ്റെ നാട്ടിൽ ഉണ്ടാക്കാൻ പോകുന്ന സ്പെഷ്യൽ ചിക്കൻ ബിരിയാണിയെ കുറിച്ചാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ആദ്യം കഴുകി വെച്ച ചിക്കൻ ഞാൻ മസാല തേക്കാൻ പോവുകയാണ്. ആദ്യമായി കുറച്ച് ഉപ്പ്, പിന്നീട് വിനാഗിരി, മുളക് പൊടി, കുറച്ച് മതിയാവാൻ മഞ്ഞൾപ്പൊടി, പിന്നീട് കുരുമുളക് പൊടി. ഇത്രയും മസാല മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ പിടിക്കുന്നത് വരെ ഇങ്ങനെ തേച്ച് വെക്കണം. ഈ ചേരുവകളൊക്കെ ഇതിൽ കീറാനായിട്ട് ഒരു അരമണിക്കൂറോളം തേച്ച് വെക്കണത്. എല്ലാ സ്ഥലത്തും മസാല കീറണം. ഇതിപ്പോൾ മസാല ഒക്കെ റെഡിയാക്കി വെച്ചതാണ്. ഒരു അരമണിക്കൂർ ഇങ്ങനെ തന്നെ വെക്കണം. അടുപ്പ് കത്തിച്ച് ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞ് മസാല തേച്ച് വെച്ച ചിക്കൻ എടുത്തിപ്പോൾ വറുക്കാൻ പോവുകയാണ്. ഇതിലോട്ട് ഒഴിക്കുന്ന വെളിച്ചെണ്ണയാണ്. ഇതിൽ എത്ര കൊള്ളാവോ അത്രയും ചിക്കൻ വെച്ച് പൊരിച്ചെടുക്കണം. ഈ പാത്രത്തിൽ ഇപ്പോൾ 8 കഷ്ണം ചിക്കൻ കൊള്ളാം. അതുകൊണ്ട് 8 കഷ്ണം ചിക്കൻ വെച്ച് പൊരിച്ചെടുക്കുകയാണ്. വേണമെങ്കിൽ ഇത് മൂട്ട് വെച്ച് പൊരിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ് മൂടാണ്ട് ഇങ്ങനെ വറുത്തെടുക്കുന്നത്. ഇത് നല്ലോണം മൊരിഞ്ഞ് കിട്ടണം. 10 മിനിറ്റ് വേണം ഇത് വെന്ത് കിട്ടാൻ. ഇപ്പോൾ 10 മിനിറ്റായി. ഇപ്പോൾ ചിക്കൻ ഒരു ഭാഗം വെന്ത് കാണും. ഇനി ഇത് മറ്റേ ഭാഗം വേണമെങ്കിൽ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. ഇതിങ്ങനെ ഓരോന്നോരോന്നായി തിരിച്ച് വെച്ച് എല്ലാം ഇതുപോലെ വെക്കണം. പൊരിച്ച് നമ്മുടെ ചിക്കൻ ഇപ്പോൾ വെന്ത് കഴിഞ്ഞ് ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവാണ്. അടുത്ത് നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാനായിട്ട് തയ്യാറാവണം. രണ്ടാമത്തെ പാന് ഇപ്പോൾ വെച്ച് അതിലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണേ. ഇത് അരിഞ്ഞു വെച്ച സവാള കുറേശ്ശെയായിട്ട് ഇതിലിട്ട് വാട്ടിയെടുക്കാൻ പോവാണ്. പെട്ടെന്ന് വാടിക്കിട്ടാനായി കുറച്ച് ഉപ്പ് ചേർക്കാം. പെട്ടെന്ന് വഴറ്റി കിട്ടാം. അപ്പോൾ ശേഷം കുറച്ച് തക്കാളി ഇതിൽ ചേർക്കണം. ഇതും നല്ലോണം വെന്ത് കിട്ടുന്നവരെ ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കണം. ഇതിലേക്ക് ചതച്ച് വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി 3 ചേരുവകളും ചേർത്ത് ഒരു 2 മിനിറ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് ഇളക്കിയ ശേഷം വറുത്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇടുക. മസാല ഇട്ട് കഴിഞ്ഞാൽ തീ ചെറുതാക്കി വെക്കണം സ്റ്റൗവിന്. അല്ലെങ്കിൽ അടി എത്തിപ്പോകും, ചിലപ്പോൾ അടി പിടിച്ചു പോകും. അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ബിരിയാണി മസാല ഇതൊക്കെ ചേർത്ത് ഒരു 5 മിനിറ്റ് വീണ്ടും ഇങ്ങനെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിക്കണം. തൈര് ഒഴിച്ചാൽ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ പറ്റും. പിന്നെ കുറച്ച് മയം കിട്ടും. അഥവാ തൈര് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ കുറച്ച് തേങ്ങ ചിരവിട്ട് അരച്ചെടുത്ത് ഇട്ടാലും മതി. ഇതൊരു 10 മിനിറ്റ് കൊണ്ട് റെഡിയാവും. മസാല വെന്ത് കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില അവസാനം ഇട്ടാൽ നല്ല സ്മെല്ലും കിട്ടും. ഇതിൻ്റെ ടേസ്റ്റും അതുപോലെ നിൽക്കും. ഇതിപ്പോൾ മസാല നമ്മുടെ ചിക്കൻ ബിരിയാണിയുടെ മസാല റെഡിയായി. ഇത് കഴിഞ്ഞിട്ട് ചോറുണ്ടാക്കണം. സവാളയും അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് വഴറ്റിയെടുക്കണം. ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കണം. നീർമയിൽ അരിഞ്ഞു വെച്ച സവാള ഇതിലിട്ട്
നല്ലോണം ബ്രൗൺ കളർ ആവുന്ന വരെ പൊരിച്ചെടുക്കണത്. ഈ പൊരിക്കുന്ന സവാള ചോറ് വെന്ത് കഴിഞ്ഞാൽ ബിരിയാണി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മീതെ ഇങ്ങനെ വിതറിവിടും. വിതറാനായിട്ടാണ് ഇത് പൊരിച്ചെടുക്കുന്നത്. സവാള ബ്രൗൺ കളറായി അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് കറിവേപ്പില ഇട്ട് ഇത് വാങ്ങി വെക്കുക. ഒരു പ്ലേറ്റിൽ പൊരിച്ചെടുത്ത സവാളയും കറിവേപ്പിലയും ഇട്ട് ഈ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് വറുത്ത് കോരിയെടുക്കാം. ഇതും പ്ലേറ്റിലേക്ക് വാങ്ങി വെക്കാം. റെഡിയായിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റാണ്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് തയ്യാറാക്കാം. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് ഉപ്പിട്ടിട്ട് തിളക്കുന്നവരെ വെള്ളം ഇങ്ങനെ വിടണം. പാകത്തിന് കുറച്ച് ഉപ്പിടുന്നുണ്ട്. ചോറിലേക്ക് സവാള വഴറ്റിയ എണ്ണ ഇതിലേക്ക് തന്നെ ഒഴിക്കുന്നുണ്ട്. അത് കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം തിളക്കുന്നതിന് മുമ്പ് ആ കറിവേപ്പില, പട്ട, ഗ്രാമ്പ്, ഏലക്ക, കുരുമുളക് എന്നിവ ഇതിൽ ചേർക്കുന്നു. ചോറ് വെക്കുന്ന വെള്ളത്തിൽ എല്ലാം ചേർക്കുന്നു. വെള്ളം തിളച്ച് കഴിഞ്ഞ് അതിലേക്ക് കഴുകി വെച്ച അരി ഇടുക. ഇത് വറ്റുന്നത് വരെ ഇങ്ങനെ വിടാം. പെട്ടെന്ന് വറ്റാൻ വേണ്ടിയിട്ട് മൂടി വെക്കാം. ബിരിയാണിക്കുള്ള ചോറ് റെഡിയായി. ഇതൊന്ന് ഇങ്ങനെ തിളച്ച് കൊടുക്കുക. ഇതിൽ കളറൊന്നും ചേർക്കില്ല നമ്മൾ. അതുകൊണ്ട് കുറച്ച് മസാല എടുത്തിട്ട് ചോറിലിങ്ങനെ കിളച്ച് കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ടൊരു കളർ വരും. അല്ലാതെ കളറൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇത് 2 കഷ്ണം വീതം ഒരു പ്ലേറ്റിൽ വെക്കും. ഇതാണ് ഒരു പ്ലേറ്റ് ബിരിയാണി. ഇതിൻ്റെ മുകളിൽ ചോറിട്ട് കൊടുക്കും. ഇത് നമ്മൾ പൊരിച്ച് വെച്ച സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും വിളമ്പി വെച്ച ബിരിയാണിൻ്റെ മുകളിൽ ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം. കഴിക്കുമ്പോൾ ഇത് കൂട്ടി കഴിച്ചാൽ. ഞാനിപ്പോൾ കാണിച്ചത് ലക്ഷദ്വീപിൽ ഉണ്ടാക്കുന്ന ബിരിയാണിയാണ്. അതുപോലെ നിങ്ങളും ഉണ്ടാക്കിയിട്ട് കഴിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ അറിയിക്കുക.